പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണത്തിലിരിക്കുമ്പോഴുമൊക്കെ CPM നേതാക്കൾ കൈവെക്കുന്ന വിഷയങ്ങളെല്ലാം അബദ്ധത്തിലും ബൂമറാങ് പോലെ തിരിഞ്ഞുകുത്തുന്ന തിരിച്ചടിയിലും കലാശിക്കുന്നതാണ് കേരളീയ സമൂഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ സ്വന്തം പാർട്ടി ഭരണത്തിന്റെ പൊള്ളത്തരങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി നാണം കെട്ടിരിക്കുകയാണ് പത്തനംതിട്ട അടൂരിൽ നിന്നുള്ള CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CATU സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ PB ഹർഷകുമാർ. നിർധന കുടുംബത്തിന് സൗജന്യമായി വൈദ്യുതി എത്തിച്ചു നൽകിയ KCB വെൽഫെയർ അസോസിയേഷന്റെ നന്മ പ്രവൃത്തിയുടെ പത്രവാർത്ത സോഷ്യൽ മീഡിയ യൂണിയൻ ഗ്രൂപ്പിൽ പങ്കുവച്ചതാണ് നേതാവിന് വൻ അബദ്ധമായി മാറിയത്. സ്വന്തം പാർട്ടിയും സർക്കാരും വർഷങ്ങളായി നടത്തുന്ന അവകാശവാദങ്ങളുടെ കെട്ടുകഥകൾ പൊളിച്ചെടുക്കുന്നതായിരുന്നു നേതാവ് ഷെയർ ചെയ്ത പോസ്റ്റ്. കഴിഞ്ഞ 12 വർഷമായി ആരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്നൊരു നിർധന കുടുംബത്തിന് സൗജന്യമായി വൈദ്യുതി എത്തിച്ചു നൽകുന്നതിന്റെ ഉദ്ഘാടനം ഹർഷകുമാർ നിർവഹിക്കുന്നു എന്നതായിരുന്നു പ്രചരണ പോസ്റ്ററിന്റെ ഉള്ളടക്കം. കഴിഞ്ഞ 12 വർഷമായി പൊളിയാറായ ഷെഡിൽ ദുരിതജീവിതം നയിച്ച കുടുംബത്തിന്റെ ദയനീയ കഥ വിവരിക്കുന്ന പത്രവാർത്തയും ഇതിനൊപ്പം ചേർത്തിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് KCB വെൽഫെയർ അസോസിയേഷൻ മുൻകൈയെടുത്ത് വയറിംഗ് നടത്തുകയും 3 പോസ്റ്റുകൾ സ്ഥാപിച്ച് സൗജന്യമായി വീട്ടിലേക്ക് വെളിച്ചമെത്തിക്കുകയുമായിരുന്നു. എന്നാൽ 12 വർഷമായി ഇരുട്ടിൽ കഴിഞ്ഞ കുടുംബത്തെ സഹായിച്ച സംഭവം വലിയൊരു നേട്ടമായി ആഘോഷമാക്കാൻ ശ്രമിച്ചപ്പോഴാണ് സ്വന്തം സർക്കാരിന്റെ വമ്പൻ വീഴ്ചകളാണ് താൻ പൊതുസമൂഹത്തിന് മുന്നിൽ വിളമ്പിയത് എന്ന വസ്തുത നേതാവ് തിരിച്ചറിയാതെ പോയത്. കഴിഞ്ഞ 12 വർഷത്തെ കണക്കെടുത്തു നോക്കിയാൽ അതിൽ 10 വർഷവും കേരളം ഭരിച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരാണ്. മുൻ പിണറായി സർക്കാരിന്റെ കാലത്ത് MM മണി വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ സംസ്ഥാനത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണം കൈവരിച്ചതായി പ്രഖ്യാപിച്ച് കോടികൾ ചെലവിട്ട് വൻ പ്രചരണങ്ങളാണ് പാർട്ടി നടത്തിയത്. എന്നാൽ ഈ പരസ്യ പ്രചരണങ്ങൾക്കിടയിലും ഒരു പാവപ്പെട്ട കുടുംബം 12 വർഷമായി ഇരുട്ടിൽ തന്നെയാണ് കഴിഞ്ഞത് എന്ന യാഥാർത്ഥ്യം പുറത്തു വന്നതോടെ മുൻ സർക്കാരിന്റെ അവകാശവാദങ്ങളിലെ പൊള്ളത്തരവും ഭരണപരമായ വൻ വീഴ്ചയുമാണ് വെളിവാക്കപ്പെട്ടിരിക്കുന്നത്. സർക്കാരിന്റെ വലിയ നേട്ടങ്ങളായി പാർട്ടി നേതാക്കൾ സ്ഥിരമായി അവകാശപ്പെടാറുള്ള കാര്യങ്ങളിൽ പലതും താഴെത്തട്ടിൽ നടപ്പിലായിട്ടില്ലെന്ന് സ്വന്തം പാർട്ടി നേതാവ് ഷെയർ ചെയ്ത പോസ്റ്റിലൂടെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. CATU നേതാവിന്റെ ഈ ദാരുണമായ സെൽഫ് ഗോൾ പോസ്റ്റ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം വൻ രീതിയിലുള്ള ട്രോളുകൾക്കും രാഷ്ട്രീയ വിമർശനങ്ങൾക്കുമാണ് വഴി തുറന്നിരിക്കുന്നത്. ചുരുക്കത്തിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ വെറും തള്ളലുകൾ മാത്രമാണെന്ന യാഥാർത്ഥ്യം സ്വന്തം പാർട്ടിയുടെ പോസ്റ്ററിലൂടെ തന്നെ വെളിപ്പെട്ടത് CPMനെയും CATU നേതൃത്വത്തെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ട്രോളുകൾക്ക് മറുപടിയില്ലാതെ പ്രാദേശിക നേതാക്കൾ വിഷമിക്കുമ്പോൾ സ്വന്തം സർക്കാരിന്റെ നേട്ടങ്ങൾ ആഘോഷിക്കാൻ പോയി ഒടുവിൽ ഇത്തരത്തിലൊരു ദുരവസ്ഥയിലായിരിക്കുകയാണ് ഹർഷകുമാർ. വരും ദിവസങ്ങളിൽ സെൽഫ് ഗോൾ രാഷ്ട്രീയ എതിരാളികൾ പിണറായിക്കെതിരെയുള്ള വീണ്ടും ഒരു ആയുധമാക്കി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. 12 വർഷം മുൻപുള്ള കഥയുമൊക്കെയാക്കി ഇപ്പോൾ വരികയാണ്. പക്ഷേ സഖാക്കൾ മറന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് പിണറായി വിജയൻ സർക്കാർ ആയിരുന്നു എന്നതാണ്. പുതിയ UDF സർക്കാർ അധികാരത്തിലേറിയിട്ട് കേവലം 3 മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന കാര്യവും മറക്കാൻ പാടില്ല ഇനി പോസ്റ്റ് എഴുതിയിടുമ്പോൾ.